ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നീനുവിൻ്റെ കല്യാണമാണ്. നമ്മളൊരു എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നീനുവിൻ്റെ കല്യാണം. അപ്പോൾ ഒരു ചെറിയൊരു പരിപാടിയാണ്. നമ്മൾ രജിസ്റ്റർ ഓഫീസിലാണ് ഒപ്പിടുന്നതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചെറിയൊരു പരിപാടി. അപ്പോഴാണ് നീനുവിൻ്റെ കെട്ടാൻ പോണ ചെക്കൻ വിളിച്ചത്. അപ്പോഴാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊണ്ടുവരണം, അപ്പോൾ ലൈസൻസിൻ്റെ കോപ്പിയൊക്കെ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നീനു ഭയങ്കര ടെൻഷനായി ഈ സാധനം എടുത്തിട്ടുണ്ടോന്ന്. അപ്പോൾ നമ്മൾ കാറൊക്കെ നിർത്തി കുറേയൊക്കെ നോക്കി ചെക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോയെന്ന് പുറത്ത് വരുത്തിയിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ആൾ ചെറിയ ടെൻഷനിലൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ചെറുതാണെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ പുറകിലിരുന്നു കേട്ടോ സീറ്റിൽ. നീനുവിൻ്റെ ചേച്ചിയുടെ മോനാണ്, പിന്നെ അവൻ്റെ കസിനാണ് ആഷ്ലി, പൊന്നൂസും ആണ്. പിന്നെ ഈ കുട്ടിക്ക് ആഷ്ലിനെ പേടിയായതുകൊണ്ട് ആഷ്ലിനെ കാറിൽ കയറ്റിയതാണ് കേട്ടോ. അതുകൊണ്ട് എന്താ ഈ കുട്ടി അടങ്ങി ഇരുന്നു കേട്ടോ അത്ര നേരം കാറിൽ. പിന്നെ അവർ ബൊക്ക വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒന്ന് ഇണങ്ങി തുടങ്ങിയത് ഈ കുട്ടി. അങ്ങനെ നമ്മുടെ കാറിൽ ബൊക്ക സെറ്റ് ചെയ്തിട്ടോ. ബൊക്ക വെച്ചപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കാറിന്. പിന്നെ ചേച്ചി പ്രത്യേകം പറഞ്ഞ് കാർ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് പയ്യെ ഓടിക്കണം, അല്ലെങ്കിൽ ബൊക്ക താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. വലിയ കാര്യമായിട്ട് സെറ്റായിട്ടില്ല, നമ്മൾ അത് മുന്നേ ചെയ്യേണ്ടതായിരുന്നു, നമ്മൾ വൈകിപ്പോയി. പിന്നെ അധികം പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഒക്കെ വെക്കണം. നാഷണലായിട്ട് പേടിയൊക്കെ ചെറുതായിട്ട് മാറിയിട്ടോ. യൂട്യൂബ് ചിരിക്കാനൊക്കെ തുടങ്ങി. ഞങ്ങൾ പയ്യാണ്ടാ പോയത്, എന്ന് വെച്ചാൽ ബൊക്കെ പോകുമല്ലോ എന്ന് പേടിച്ചിരുന്ന് ചേട്ടൻ പയ്യെ ഓടിച്ചാണ് പോയത്. നമ്മൾക്ക് വഴി അത്ര അറിയില്ലാത്തതുകൊണ്ട് അവരാദ്യം മുന്നിൽ പോയിട്ടോ. കല്യാണം കഴിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ നീനും പറഞ്ഞതാണ് ഈ പാട്ടിട്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടാണ് പോയത് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴി തന്നെ നമുക്കൊരു ചെറിയ പണി കിട്ടി. പുനസിനെ ഛർദ്ദിക്കാൻ വന്നു. പുനസിന് കയറി കഴിഞ്ഞാൽ അത്ര എപ്പോഴും ഛർദ്ദിയാണ് ആൾക്ക്. അപ്പോൾ കവറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡോറൊക്കെ തുറന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ ഇത്തിരി ലേറ്റായി. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ, എന്നാലും എന്താ വരാത്തതെന്ന്. ഇനിയാണെങ്കിൽ നല്ല ടെൻഷനിലായിരുന്നു. അപ്പോൾ ആരാണോ കാണിയുണ്ടത് ലേറ്റായിട്ട് വരുള്ളൂ. നമ്മൾ ലേറ്റസ്റ്റ് ആണ്. പെണ്ണ് വരാൻ സമയം പിടിക്കുന്നൊക്കെ ടാങ്ക്സ് അടിക്കില്ല. എവിടെയാ നമ്മളെ ഏറ്റവും ലാസ്റ്റാണ് എത്തിയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, രജിസ്റ്റർ ഓഫീസിൽ വലിയ കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. അങ്ങനെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും. ഞാനും കൊച്ചും കാറിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മയും ലളിതേച്ചി ബിന്ദേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിനെ സ്റ്റെപ്പ് കയറ്റി. എന്നിട്ട് മേലയിലാണ് രജിസ്റ്റർ ഓഫീസ്, താഴത്തല്ല. അപ്പം എല്ലാവരും മേലെ കയറി. അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല, അവരുടെ ബന്ധുക്കാരും പിന്നെ 3-4 അയലന്തരം അങ്ങനെയുള്ളവർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഓരോരുത്തരെ വെച്ചിട്ട് വിളിച്ചിരിക്കണം. പിന്നെ ഞങ്ങളെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു, ചേച്ചിയുടെ മക്കൾ, ചേച്ചി, പിന്നെ അമ്മ, അച്ഛൻ, അവരെല്ലാവരും. ചെക്കൻ്റെ വീട്ടുകാർ കുറച്ച് പേരുണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ഓഫീസിൽ കയറുന്നത് കേട്ടോ. രജിസ്റ്റർ ഓഫീസിൽ കയറിയിട്ടുണ്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ കയറിയിട്ടുണ്ട്, അല്ലാണ്ട് രജിസ്റ്റർ മാരേജ് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ പൊന്നൂസിൻ്റെ ആയിട്ട് കുട്ടി കളിക്കാനാണ് കാണുന്നത് കേട്ടോ. കുട്ടിക്ക് പിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, അവരപ്പം കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അവർ 2 പേരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഫുള്ള് കുറേ പേരുണ്ടായിരുന്നു, 2-3 പേരുണ്ടായിരുന്നു കല്യാണം കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേരെ കല്യാണമൊക്കെ കണ്ടിട്ടോ. പിന്നെ കുറേ പേപ്പർ വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു, എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നീനും ചെക്കനും അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. ഇനി ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒന്നുമില്ല, ഫോണിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറ്റാണ്, വീഡിയോ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എൻഗേജ്മെൻറ്റ് വീഡിയോ എടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തപ്പോൾ.
അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒരു വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ ഇങ്ങനെ സാറ് തന്ന ഒരു ഇതുണ്ട്, അത് വായിച്ച് അത് കഴിഞ്ഞ് ഒപ്പിടാനാണ് പറഞ്ഞത്. അങ്ങനെ ഒപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഷീനു എന്ന് പറഞ്ഞാൽ ചേച്ചിയാണ്. പിന്നെ അപ്പോൾ ശിവ ചേച്ചിയും തോമസേട്ടൻ അടുത്തൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കണ്ണീരൊക്കെ വരുന്നുണ്ട് കേട്ടോ, വിഷമം കല്യാണം കഴിപ്പിച്ചിടുന്നതിൻ്റെ. പിന്നെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവർ ചില്ലായിരുന്നു. പിന്നെ ഇച്ചിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഷീനുവിൻ്റെ മുഖത്ത്. പിന്നെ നമ്മളെ മാല സെറ്റായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു മാല കാണാനായിട്ട്. അങ്ങനെ സാക്ഷികളൊക്കെ ഒപ്പിട്ടതിന് ശേഷം എല്ലാം സെറ്റായ ശേഷമാണ് മാല ഇടാന്ന് വെച്ചത്. അപ്പോൾ മാല ഇട്ടിട്ട് രണ്ടുപേരും കൂടെ മാല ഇടുമ്പോൾ കൺഫ്യൂഷനായിരുന്നു, ആദ്യം ഉണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നൊരു ചേച്ചി സിന്ദൂരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സിന്ദൂരൊക്കെ ഇട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ടിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ അവർ കുറച്ച് മിഠായി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിഠായി എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടോ. അപ്പോൾ അമ്മച്ചിയാണ് കെട്ടിപ്പിടിച്ചത്, പിന്നെ ചെക്കൻ്റെ അമ്മയാണ് കെട്ടിപ്പിടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ മിഠായി കൊണ്ടുവന്നിട്ട് രണ്ടുപേരും കൂടെ കൂടിയിട്ട് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും മിഠായി ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ പൊന്നൂസ് അതിനിടയിലൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ ഞാൻ ശിവ ചേച്ചിയുടെ അനിയത്തി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ തോമസേട്ടൻ ഒക്കെ എല്ലാവരും നോക്കിയൊക്കെ ഇരുന്നിട്ടാ. പിന്നെ എല്ലാവരും വീഡിയോ എടുക്കണ്ടായിരുന്നു. നമ്മൾ ഫോട്ടോഗ്രാഫറൊന്നും വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞാനും എടുത്തു മിഠായി കേട്ടോ. ഞാൻ 3 എണ്ണം എടുത്തു. വീഡിയോഗ്രാഫർമാർക്കും കൂടുതലാണ് മിഠായി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനപ്പോൾ കൂടുതൽ എടുത്തിട്ടാണ്. കുട്ടിയൊക്കെ മിഠായി തിന്നിട്ട് ആകെ മേത്തൊക്കെ തേച്ച് വെച്ചിരിക്കുന്നു. നൈസായിട്ടൊക്കെ തുടച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു എല്ലാവരും. ഞാൻ മാത്രം വീഡിയോ എടുത്തത്. കുറച്ച് ഫോട്ടോ എടുത്ത് അവർ വീഡിയോ എടുത്ത് ഞാൻ ഒരാൾ വീഡിയോ എടുത്തു. അവരുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരൊറ്റ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരം കിട്ടിയില്ല, അപ്പോൾ പോകുന്നു ഇവിടുന്ന്. പിന്നെ അവർ ജസ്റ്റ് നടന്ന് വരുന്ന ചെറിയൊരു വീഡിയോ ഫോണിലെടുത്തു. അങ്ങനെ തിരിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ കാറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ കാറിൽ വെച്ചിരുന്ന ബൊക്കെ എടുത്തിട്ട് അവർ എന്ത് ചെയ്തു, അവരെ കറിക്ക് വെച്ചിട്ടാണ് ചിക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാറിലോട്ട് വെച്ച്. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഇതും പറഞ്ഞ് ചിക്കൻ്റെ കാറ് വന്നു. അപ്പോൾ അവൻ ആഷ്ലി എടുത്തിട്ട് പോയി കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിച്ച പോലെയും. അപ്പോൾ നല്ല ഇതായിട്ട് പെർഫെക്റ്റായിട്ട് ഇരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കാർ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ബാക്കിയുള്ള വന്ന വണ്ടികളെല്ലാം ചെക്കൻ്റെ വീട്ടിലോട്ട് പോവാം കേട്ടോ. നമുക്ക് വഴി അറിയാത്തതുകൊണ്ട് നമ്മൾ അവരെ പിന്നാലെ പോയിട്ടാണ്. നമുക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വഴി അത്ര അറിയില്ല. അപ്പോൾ നമ്മൾ ബാക്കിൽ ഞാനും ബ്യൂട്ടിയും ചേട്ടനും കൂടെ പോയി. അങ്ങനെ നമ്മൾ വീട് അവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അവരുടെ ചെറിയൊരു പരിപാടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചെറിയൊരു സ്റ്റേജ് പോലെ കിട്ടിയിട്ടുള്ളൂ. സ്റ്റേജൊന്നുമല്ല, ഫുഡ് കഴിക്കാനുള്ള ഒരു ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ചെക്കൻ്റെ ഉള്ളിലേക്ക് പോകണം, വീട്ടിലോട്ട് കയറാനായിട്ട്. അങ്ങനെ കൂൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് ചില്ലായി. നമ്മളൊന്ന് ചൂടെടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കുടിച്ചപ്പോൾ ഒരു സുഖം കിട്ടിയിട്ട് അങ്ങനെ നമ്മളെ ചെക്കനും പെണ്ണും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കാര്യങ്ങൾ ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീട്ടിലോട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വീട് ജസ്റ്റ് കണ്ടിരുന്നു. നമ്മൾ ആദ്യം എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് അവർ വന്നത്. എന്നിട്ട് എല്ലാവരും കൂടി അവിടെ നിൽക്കായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് കയറാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവരുടെ വീടിലോട്ട് പോകുന്ന വഴിയാണ്. ആ വഴി ചെറിയ വഴിയാണ്, പക്ഷെ നല്ല രസമുണ്ടായിട്ട് ഫുള്ള് ഒരു തെങ്ങുകളും തണലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കുറച്ച് അവിടെ നിന്ന് വരുമ്പോൾ ഉള്ളൊരു വെയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഫുള്ള് തണലാണ്. ഇതാണ് അവരുടെ വീട്. ഫ്രണ്ടിൽ തന്നെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു കിട്ടാതെ. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ടില്ല കേട്ടോ അവർ. അപ്പോൾ പേടിച്ചു പോയി. എന്നിട്ട് അവർ എല്ലാവരും നിൽക്കണ്ടോ വെയിറ്റ് ചെയ്യാണ്. അവർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ മെഴുകുതിരി കൊടുത്ത് സ്വീകരിക്കുകയാണ് ചെയ്തത് കേട്ടോ. വിഷൊക്കെ വരച്ചിട്ടാണ് കയറ്റിയത് കേട്ടോ. വലത്ത് കാലൊക്കെ വെച്ചിട്ടാണ് കയറുന്നത്. നമ്മളെ ആചാരം തന്നെ ഏകദേശം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കുരിശൊക്കെ ഇതാക്കി കയറ്റിയിട്ടോ. നീനുവിന് പിന്നെയും കൺഫ്യൂഷനായിരുന്നു കയറണത് എങ്ങനെയാണെന്ന് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് കയറി, ഉള്ളിലോട്ടും കയറിയിട്ടോ. പുറകിലും ഞങ്ങളും കയറിയിട്ടോ.
ഞങ്ങൾ വീട് ജസ്റ്റ് അവിടെ നിന്ന് കണ്ടുള്ളൂ. അപ്പോഴാണ് പടക്കം പൊട്ടണം ഒച്ച കേട്ടത്. സ്വീകരണത്തിന് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നൊക്കെ അറിയില്ലായിരുന്നു. അവിടെ ചെയ്യാൻ മനസ്സിലായത് കയറുമ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുമെന്ന്. അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ വീടൊക്കെ കണ്ടു. ജസ്റ്റ് അങ്ങനെ മാതാവിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊരു ചടങ്ങുണ്ട്, പഞ്ചസാര ഇട്ടിട്ട് നടുക്ക് കുരുമുളകൊക്കെ ഇട്ടിട്ടൊരു സംഭവം, അത് ഇങ്ങനെ കൊടുക്കണം, വായ വെച്ചിട്ട് 3 പ്രാവശ്യം കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും 3 പ്രാവശ്യം ഇങ്ങനെ പഞ്ചസാര വായ വെച്ചിട്ട് മധുരം കൊടുക്കുക തന്നെ, അങ്ങനെ എന്തൊരു ഇതാണ്. ഞാനൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ അതോടൊപ്പം കുറേ പേരുണ്ടായിരുന്നു വീഡിയോയും ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ മെഴുകുതിരി കത്തിച്ചിട്ടാണ്. അങ്ങനെ എല്ലാവരും കൂടിയിട്ടൊരു കൂട്ടപ്രാർത്ഥന ഉണ്ടായിരുന്നു അവിടെ. അപ്പം ആ കൂട്ടപ്രാർത്ഥന ഒന്നും കാണാത്തതൊന്നുമല്ല, കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്, കുടുംബത്തോടുകൂടി കൂട്ടപ്രാർത്ഥന ചൊല്ലുന്നതൊക്കെ കാണുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് കുരിശ് വരച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൈ ഇങ്ങനെ മുട്ടിങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ കാണുന്നത് ആദ്യമായിട്ടൊക്കെ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി നീനുവിൻ്റെ പുറകെ പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോസുകൾ എടുത്തിട്ടാണ്, ഫോട്ടോസും വീഡിയോസും. പിന്നെ ഈ കുട്ടി അവിടെ ഒക്കെ ഉണ്ടായിരുന്നു, പന്ത് തട്ടി കളിച്ചിട്ടായിരുന്നു. അപ്പോൾ തോമസേട്ടൻ, നീനുവിൻ്റെ അച്ഛനാണ് തോമസേട്ടൻ, ആളുടെ എടുക്കണ്ടായിരുന്നു, കൊച്ചിനെ പിടിച്ച് മാറ്റി. പിന്നെ അവർ നടന്നു പോകുന്നൊരു ഭാഗമാണ്. പിന്നെ എല്ലാവരും കൂടെ അവരെ പുറകെ തന്നെ പോയിട്ടോ. കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് സ്റ്റേജിലോട്ട്, അവിടെ നിന്ന് കുറച്ചും കൂടെ പോയാൽ മതി. അപ്പോൾ കേക്കിൻ്റെയും പിന്നെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെയൊക്കെ. പിന്നെ റെഡ് വെൽവെറ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നീനുവിൻ്റെ കൂടെ. അങ്ങനെ നീനുവിൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ വരാം, ഫോട്ടോ വീഡിയോസുകളൊക്കെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഷ്ലിനോട് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു. നീനുവിന് ഗിഫ്റ്റ് ആൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഫോട്ടോ ഫ്രെയിം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് മുങ്ങിയത്. അപ്പോൾ ചേട്ടൻ പോയി കാറിൽ പോയി ഫോട്ടോ എടുത്ത് ഞാൻ തിരിച്ച് നീനുവിന് കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിൽക്കണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കേക്ക് എല്ലാവർക്കും കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഫോട്ടോ ഫ്രെയിം കൊണ്ട്. അങ്ങനെ നീനു ചെക്കനൊക്കെ കൊടുത്തിട്ടോ ഫ്രെയിം. അപ്പോൾ പൊട്ടിച്ച് നോക്കാൻ ഞാൻ നിർബന്ധിച്ചപ്പോൾ എല്ലാവരും കൂടെ നിർബന്ധിച്ച് പൊട്ടിച്ച് നോക്കിയിട്ടോ. അപ്പോൾ അവരുടെ എൻഗേജ്മെൻറ്റിന് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത്. അപ്പോൾ അത് എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടോ. പിന്നെ അവർ രണ്ടുപേരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കരിക്ക് ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കണതൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനും അപ്പോൾ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, എല്ലാവരും കഴിക്കില്ലേ. അങ്ങനെ നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും ചേട്ടനും ഒക്കെ എടുത്തു. ഞങ്ങൾ നോക്കിയപ്പോൾ ആ സൈഡൊക്കെ ഭയങ്കര വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നില്ല. നീനുവിൻ്റെ അടുത്ത് തന്നെ തൊട്ടിപ്പുറത്തൊരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചേട്ടൻ ഇരുന്ന് ചോറ്, മാങ്ങക്കറി, ചിക്കൻ കറി, ബീഫ്, പോർക്കും റോസ്റ്റൊക്കെ ആയിരുന്നു. പോർക്ക് റോസ്റ്റ് ആയിരുന്നു, എല്ലാം റോസ്റ്റ്. ചിക്കൻ കറി, 3 ഗ്രേവി, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, ക്യാബേജ് ഉണ്ടായിരുന്നു, പിന്നെ സലാഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നൈസ് പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് നേരത്തെ പോകേണ്ടതായിരുന്നു, ഈ കുട്ടിക്ക് പാടില്ലാത്തതുകൊണ്ട് വേഗം നേരത്തെ പോന്നു. അപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊന്നും എടുത്തില്ല. അപ്പോൾ നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.